അടുത്തതായിട്ട് നമ്മുടെ എല്ലാം പ്രിയങ്കര ശ്രീ ജഗദീഷ് ശ്രീകുമാർ. അദ്ദേഹത്തിന്റെ ശബ്ദമാണ് അവതരിപ്പിക്കുന്നത് ശ്രീമാൻ ജഗദീഷ് ശ്രീകുമാർ. എന്തോ തടയത് വിറ്റ് അഭിനയിക്കട്ടെ ദുർഗു വെട്ടോ വെട്ടോ വിളിച്ചൊന്ന് കാണാനില്ലല്ലോ. തിരിയൊന്ന് പൊക്കി വയ്ക്കാൻ എല്ലാം വാങ്ങിച്ചു വെക്കാൻ ഞാൻ തീർക്കാൻ തീയും 24 മണിക്കൂറിനകം എവിടെ കൊണ്ട് ഇവിടെ ഇറങ്ങിയില്ലാത്തോണ്ടെങ്കിൽ എന്റെ ശവളെ കൊണ്ട് തീറ്റിക്കും. പോയിക്കട ദുർഗു വേട്ടെ. അടുത്തതായിട്ട് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ പഴയകാല മലയാള സിനിമയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രായമുള്ള നമ്മുടെ എല്ലാം പ്രിയങ്കരനായ മധു സാറിന്റെ ശബ്ദമാണ് അവതരിപ്പിക്കുന്നത് ശ്രീമാൻ മധു. മോനി രാഘവ, ആ കല്യാണിയമ്മയുടെ മകൻ രാജേഷ്മിയുമായി നിനക്ക് എന്താടാ ബന്ധം? ചോദിച്ചു കേട്ടില്ലേ? പ്രേമൂന്ന് മണ്ണാങ്കട്ടയെന്നും പറഞ്ഞ് പുറകെ അടഞ്ഞിട്ട് ഇപ്പൊ എല്ലാം കഴിഞ്ഞപ്പോ അവിടെ വേണ്ടെന്നായി. ഇറങ്ങിപ്പോടാൻ എൻ്റെ മുമ്പിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ. അത് ഞാനൊരു വികാര ജീവിയാണ്. എന്നോട് സഹകരിച്ചാൽ ഇത് കേൾപ്പിക്കുമാർ മറ്റത് ചിലപ്പോ കയറി വന്നായിരിക്കാം. കുഴപ്പമില്ല, കേൾക്കുന്ന ആളുടെ അരുതല്ലേ. എന്നാലും മിമിക്രി കാണിക്കുന്ന കണ്ടിട്ടേ ഇല്ല, നീ അഭിനയിക്കുന്നുണ്ട്. ഭയങ്കര നാച്ചുറൽ അഭിനയിക്കുന്നത്, നന്നായിട്ട് അഭിനയിക്കുവൻ. അല്ല, ഈ ജഗദീഷ് പ്രസാദിന്റെ ഏറ്റവും കറക്റ്റ് ഫിഗർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ റിസൈക്കാടെ ഫിഗർ ചെയ്യുമായിരുന്നു. അയ്യോ, വരുമ്പോ ഭയങ്കരമായിട്ട് നമ്മൾ ഞെട്ടിപ്പോ. അതായത് നമ്മളുടെ ഹരിഹർ നഗർ അല്ല ഹോനായിയുടെ ഇതില്ലേ, ആ ഫിഗറായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പക്ക റിസക്ക വരുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇവൻ ഈ താടി മീശയൊക്കെ വെച്ച് നമ്മള് പക്ഷെ നല്ലതാണ് കേട്ടോ. എനിക്ക് അത്യാവശ്യം എനിക്കാണ് കുറെ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ അടുത്തതായിട്ട് അവതരിപ്പിക്കുന്നത് നമ്മുടെ ശ്രീമാൻ മോഹൻലാലിന്റെ ശബ്ദമാണ്. ശ്രീമാൻ ലാലേട്ടൻ. അയ്യോ, ഒരു പ്രശ്നമില്ല, ഞാനിങ്ങനെ വരുന്ന വഴിക്ക് ചെറുതായിട്ടൊരു സ്മോളെല്ലാം കഴിച്ചു എന്ന് പറഞ്ഞ് ഫിറ്റൊന്നുമല്ല. ഇത്രയും സൗന്ദര്യമുള്ള മമ്മൂക്കായുടെ മുഖത്ത് ഞാനൊന്ന് ടച്ച് ചെയ്യട്ടെ. ഗിരി ചുമ്മാ. ഇവിടെ ഓരോ സൗണ്ട് വരുമ്പോ ഉണ്ടല്ലോ ഫിഗർ മൊത്തം അവിടെ തെസി ചേച്ചിയുടെ എടുത്താ. തെസി ചേച്ചി അവിടെ നിന്നിട്ട് ഫിഗർ ഞങ്ങള് കണ്ടില്ല. സോറി, ഞാൻ ഫസ്റ്റ് ജഗദീഷ് അഭിനയിക്കുന്ന ഒരുപാട് കണ്ടിട്ടുണ്ടേ. അപ്പൊ ഇങ്ങനെ മിമിക്രി കണ്ടപ്പോ ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് ചെയ്യുന്നത് കണ്ടപ്പോ അങ്ങനെ വന്നു പോയത് എനിക്ക്. താങ്ക് യു. അങ്ങനെ ഒരാളെ ഒരു ഫീലിംഗ് വരുമ്പോ നമ്മളെ പോലുള്ള കലാകാരന്മാർ വിജയിച്ചു എന്നുള്ളതല്ലേ. പിന്നെ തീർച്ചയായിട്ടും അതെ.